കൂട്ടുകാരെ നമസ്കാരം. പെപ്റ്റോക്കിൻ്റെ 10ാം ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതം എന്നാൽ വളരെ മനോഹരമായ തിരിച്ചറിവുകളാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് കണ്ണു തുറന്നു നോക്കുകയേ വേണ്ടൂ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുവാനും അതെന്താണ് എന്നറിയാനും അതിൽ കൂടുതൽ സന്തോഷിക്കുവാനുമുള്ളൊരു മനസ്സ് മാത്രം നമ്മൾ കാണിച്ചാൽ മതി. ഇത് പറയാൻ കാരണം, ഈ പുതുവർഷത്തിൻ്റെ ഈ ജനുവരിയുടെ തലേന്ന്, അതായത് ഡിസംബർ 31-ാം തീയതി ഞാൻ എൻ്റെ മുറ്റത്തെ ചെടികൾ നനയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് 2 ചെടികൾക്കിടയിലെ ചിലന്തി വല. എൻ്റെ ഹോസ്, ഞാൻ വെള്ളം ചീറ്റുന്ന എൻ്റെ ഹോസിൻ്റെ തുമ്പത്താൽ ചീറ്റുന്ന വെള്ളത്തിൽ ചിന്നി ചിതറാതെ വലയുടെ നടുവിൽ അതിജീവനമാകുന്ന പാഠത്തിൻ്റെ കരുത്തുമായി ഇരയെ പ്രതീക്ഷിച്ചൊരു ചിലന്തി, ചാരുശില്പിയായ പെൺചിലന്തി. ഇര പിടിക്കാൻ വേണ്ടിയാണ് ചിലന്തി വല നെയ്യുന്നത്. എന്നാൽ ഇരയെ സംരക്ഷിക്കാൻ ചിലന്തി വല നെയ്യുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു കൗതുകകരമായ ചരിത്ര സംഭവത്തിലെത്തും. പണ്ടൊരു പരാജിതനായ രാജാവിൻ്റെ കണ്ണുകളിൽ പ്രത്യാശതൻ തിളക്കം സമ്മാനിച്ച ചിലന്തിയുടെ കഥയാണ് ഞാനപ്പോൾ ഓർത്തുപോയത്. നിങ്ങൾ ചിലപ്പോൾ ആ കഥ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് സ്കോട്ട്ലൻഡ് രാജാവായ റോബർട്ട് ബ്രൂസ്, അദ്ദേഹം ഇംഗ്ലണ്ടിനോട് 6 തവണ യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ നിരാശനായിട്ട് ഒരു ഗുഹയിൽ കയറി ഒളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ചിലന്തി വലയായിരുന്നു. ഗുഹയുടെ ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് ചാടി തൻ്റെ വലയുടെ ആദ്യ കണ്ണി ഉറപ്പിക്കുവാനുള്ള ചിലന്തിയുടെ ശ്രമം പരാജയപ്പെടുന്നത് നോക്കി രാജാവ് ഇങ്ങനെ ഇരുന്നു. ശ്രമം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത ചിലന്തി ഒരുപാട് പ്രാവശ്യം ശ്രമിച്ച് അവസാനം വിജയിക്കുകയും ചെയ്ത കാഴ്ച രാജാവിൻ്റെ കണ്ണുകളിൽ പ്രത്യാശയുടെ തിളക്കം സമ്മാനിച്ചു. ഈ ചെറിയ ജീവി നൽകിയ അതിജീവന പാഠത്തിൻ്റെ ഫലമായി 7ാമത്തെ യുദ്ധത്തിൽ തൻ്റെ രാജ്യത്തെയും ജനങ്ങളെയും റോബർട്ട് ബ്രൂസ് എന്ന രാജാവിന് വീണ്ടെടുക്കാൻ പറ്റി എന്നതാണ് കഥ. എന്തായാലും കഥ അവിടെ നിൽക്കട്ടെ. ഞാനിവിടെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ വലയ്ക്കുള്ളിൽ ഏകദേശം നടുവിലായി നിൽക്കുന്ന ചിലന്തിയെ അത്ഭുതത്തോടെ തന്നെ നോക്കി നിന്നു. അത് പറയുന്നത് പോലെ തോന്നി എന്നോട്, ഒരു ചെറിയ മർമ്മരം. കരുത്തോടെ മടങ്ങി വരാനുള്ള ഒരവസരം മാത്രമാണ് ഈ പരാജയം എന്നുള്ള 4 അക്ഷരം. വിജയിക്കുവാനുള്ള എളുപ്പവഴി അചഞ്ചലമായ ആത്മവിശ്വാസവും ആത്മാർത്ഥമായ സമർപ്പണവും സത്യസന്ധമായൊരു നിശ്ചയദാർഢ്യവും മാത്രം മതി. അത് തന്നെയാണ് വലതൻ ബലവും വലിപ്പവുമെന്ന് ആ ചിലന്തി എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി. കൂട്ടുകാരെ, കഴിഞ്ഞ മാസം ഡിസംബറിൽ ഒരു ദ്വിദിന ശില്പശാല 8ാം ക്ലാസ് 9ാം ക്ലാസ്സുകാരായ 26 കുട്ടികൾക്ക് നടത്തിയപ്പോൾ എനിക്കും ഒരു ചിത്രശലഭമാകണമെങ്കിലും എന്ന തീമിലാണ് നടത്തിയത്. ആ ഒരു CSM ശില്പശാലയിൽ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു കഥ ഇതായിരുന്നു. ജീവിതത്തെ തന്നെ പഠിക്കാൻ സഹായിക്കുന്ന ഒരു ചിന്ത എന്നെ ചിലന്തി ഓർമ്മിപ്പിച്ചിരിക്കുന്നു. എന്താണത്? പാഠപുസ്തകത്തിനപ്പുറം നമ്മുടെ പ്രകൃതിയെ, കാലത്തെ, ലോകത്തെ എല്ലാം അറിഞ്ഞു വേണം വളരാനെന്ന് അവരോട് പറഞ്ഞപ്പോൾ എമേഴ്സൺ പറഞ്ഞ ഒരു ഉദ്ധരണി കൂടി ഓർമ്മിപ്പിക്കാനും ഞാൻ മറന്നില്ല. പരാജയപ്പെടാതിരിക്കുന്നതിലല്ല ജീവിത മഹത്വം അടങ്ങിയിരിക്കുന്നത്, ഓരോ വീഴ്ചയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിലാണ്. ചിലന്തി കഥ മറ്റൊരു കാര്യം കൂടി എന്നെ ഓർമ്മിപ്പിച്ചു. ഒളപ്പമണ്ണ എഴുതിയ എൻ്റെ വിദ്യാലയത്തിലെ ആ 4 വരി. ആരല്ലൻ ഗുരുനാഥരാരല്ലൻ ഗുരുനാഥർ, പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. താങ്ക് യു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.